പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശ്യം 16:3. നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങളെ സാധിക്കും. കർത്താവായ ദൈവം വചന മുഖാന്തരം നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പ്രവർത്തികളൊക്കെ യഹോവയ്ക്ക് സമർപ്പിക്കുക. നമ്മുടെ ഇന്നത്തെ ചിന്തകൾ, അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന ജോലി, നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങൾ ചിലപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ സമർപ്പിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുക, കർത്താവെ, ഇന്ന് എൻ്റെ ചിന്ത ഇതാണ്, എൻ്റെ പ്ലാൻസ് ഇതാണ്, എൻ്റെ ജോലി മേഖല, എൻ്റെ ജോലി ഇതാണ്. കർത്താവ്, ഇത് ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് ദൈവമേ, ഇതിൻ്റെ കൺട്രോൾ, എൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. സമർപ്പിക്കുക, ഏൽപ്പിക്കുക ദൈവത്തെ. ദൈവമേ, അങ്ങ് എന്നെ വഴി നടത്തണമേ, അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് നമ്മൾ ഫുൾ കൺട്രോൾ കൊടുക്കുക. അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ പ്ലാൻസും തോട്ട്സും നമ്മൾ കരങ്ങളിൽ പിടിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന് ഒരു ഫുൾ കൺട്രോൾ കൊടുക്കുന്നില്ല. കർത്താവായ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഫുൾ കൺട്രോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക. ദൈവം എൻ്റെ പ്ലാൻസിനെ, അല്ലെങ്കിൽ ദൈവം എൻ്റെ വർക്കിനെ നമ്മൾ കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് സക്സസ് ആക്കും. ഹി വിൽ എസ്റ്റാബ്ലിഷ്, ഇംഗ്ലീഷിൽ എഴുതി ഹി വിൽ എസ്റ്റാബ്ലിഷ്, വിസ്താരമാക്കും. നമ്മുടെ ചിന്തകളെ അവൻ വിസ്താരമാക്കും. നമ്മുടെ പ്ലാൻസിനെ, നമുക്കൊരു ലിമിറ്റുണ്ട് ചിന്തിക്കാൻ. നമ്മുടെ ലിമിറ്റ് നമുക്കറിയാം, നമ്മൾ ഇതുവരെ ചിന്തിക്കും. പക്ഷെ കർത്താവിന് ഒരു ലിമിറ്റും ഇല്ല. ദൈവം നമ്മൾ ചിന്തിക്കുന്ന ഉപരി നമ്മളെ വഴി നടത്തും. പക്ഷേ അതിനായി നമ്മൾ ആദ്യം സമർപ്പിക്കുകയോ, നമ്മുടെ കാര്യങ്ങളെ നമ്മളെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുക. നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവർത്തികളെ, നമ്മുടെ ജോലി എല്ലാം, നമ്മുടെ ഫാമിലി, നമ്മുടെ റിലേഷൻസ് എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക. ദൈവം അതിനെ വിസ്താരമാക്കും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ സാധ്യമാക്കും. ഹി വിൽ ഗീവ് യു സക്സസ്. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.